കൊണ്ടുവന്നപ്പോഴേക്കും ഏകദേശം എല്ലാം കഴിഞ്ഞിരുന്നു. തൽക്കാലം മോർച്ചറിയിലേക്ക് മാറ്റുക. ഇപ്പൊ ചെറിയൊരു മൂടല് മാത്രമേ ഉള്ളൂ. എല്ലാം നമ്മുടെ പൊക്കെടുത്ത് ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഉള്ള ജീവനം കൂടി പോകും. പോലീസുകാരില്ലേ, അവര് നമ്മുടെ ആൾക്കാരാണെന്നും അവര് മനപ്പുറം താമസിപ്പിച്ചേ ആശുപത്രി എത്തിക്കൂ. ഏതായാലും നല്ല മിടുക്കന്മാരെയാ പണി ഏൽപ്പിച്ചേ. അവന്മാര് പണി നല്ല വെടുപ്പായിട്ട് ചെയ്യുകയും ചെയ്തു. മതി, അവർക്ക് പറഞ്ഞതിലും കുറച്ച് പണം അധികം കൊടുത്തേക്ക്. ഭദ്രേട്ടാ, ഈ കേസ് അവസാനിച്ചു കഴിഞ്ഞാൽ ഉടൻ അടുത്ത കൊട്ടേഷൻ കൊടുക്കാനുണ്ട്. അതാർക്കാ? അത് ഞാൻ വഴിയെ പറയാം. ആദ്യം ഇതിന്റെ ഫൈനൽ റിസൾട്ട് ഒന്ന് അറിയട്ടെ. ഇനിയിപ്പോ അതിനെന്താ അറിയാതിരിക്കുന്നേ? ഇനി 16 ശിവദാസന്റെ കുടിയടിയന്തരം, 41 അസ്ഥി ഒഴുക്കല്. അയ്യോ, സിസ്റ്റർ, എന്റെ അച്ഛനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ പേഷ്യന്റിന്റെ പേര്? ശിവദാസൻ. ശിവദാസൻ. ചിന്നു, എന്റെ അച്ഛൻ. പേടിക്കണ്ട, താനൊന്നും സമാധാനപ്പെട്. തന്റെ അച്ഛനൊന്നും വരില്ല. നിങ്ങളാരാ? ശിവദാസിന്റെ മകനാണോ? അല്ല, ഇത് മകളാ. സിസ്റ്റർ, എന്തായി? ബോഡി ഇപ്പൊ പുറത്തേക്ക് എടുക്കും. തൽക്കാലം മോർച്ചറിയിലേക്ക് മാറ്റും. പോലീസ് വന്നിട്ടാ ബാക്കി കാര്യങ്ങളൊക്കെ. ചിന്നു, എടോ, എനിക്ക് എന്റെ അച്ഛനെ വേണം. കരയല്ലേ? താൻ കരയല്ലേ? മഹീന്റെ അച്ഛൻ. അല്ല ചിന്നു, അച്ഛാ, അച്ഛാ, അച്ഛാ. മഹി, അച്ഛാ, അച്ഛാ. അയ്യോ, മഹി, അച്ഛൻ. കൊണ്ടുവന്നപ്പോഴേക്കും ഏകദേശം എല്ലാം കഴിഞ്ഞിരുന്നു. തൽക്കാലം മോർച്ചറിയിലേക്ക് മാറ്റുക. സർക്കിൾ വന്ന് സൈൻ ചെയ്ത ശേഷം പോസ്റ്റ്മോർട്ടം, എന്നിട്ട് ബോഡി നിയമപരമായിട്ട് വിട്ടുതരാൻ പറ്റൂ. സാർ, എനിക്ക് എന്റെ അച്ഛനൊന്ന് കാണാൻ പറ്റുമോ? സാർ പ്ലീസ്. ഇതെന്റെ അച്ഛനല്ല. സാർ, ഇത് ഞങ്ങൾ ഉദ്ദേശിച്ച ആളല്ല. ആള് മാറിയതാ, ദാസേട്ടനല്ല. ഇത് മുച്ചോട്ട് അമ്പലത്തിലെ ഉത്സവത്തിന് കുത്തേറ്റ ആളാ. നിങ്ങൾ അന്വേഷിക്കുന്ന ശിവദാസൻ വാർഡിലുണ്ട്. സർ, ജയിലിൽ നിന്ന് കൊണ്ടുവന്ന ശിവദാസന്റെ കാര്യം ഇവര് പറയുന്നത്. അതെ അതെ സാർ, സോറി. ബോഡി ഇനി മോർച്ചറിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ. എന്താണോ ഇത്? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഒന്നുമില്ല. വെറുതെ ബഹളം ഉണ്ടാക്കില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ശവത്തിന് പോലും സമാധാനം കൊടുക്കില്ലെന്ന് വെച്ചാ. ഇതൊരു ഹോസ്പിറ്റലാ. ഇവിടെ തന്റെ കോമഡി ഒന്നും വേണ്ട.
ശവത്തിന് വെച്ച കൊങ്ങുടി പറയുന്ന കഷ്ടം. ഇന്ന് വലിയ ബിൽഡപ്പിലൊക്കെ ആണല്ലോ നരിയുടെ എൻട്രി. ഒരു തോൽവി സംഭവിക്കുമ്പോ അത് വിജയത്തിന്റെ ആദ്യ ചവിട്ടുപടിയാന്ന് പറയുന്നത് വെറും ആശ്വാസം മാത്രമാ. തോൽവിക്ക് ഒരർത്ഥമേ ഉള്ളൂ, അത് തോൽവിന്ന് തന്നെ. നരി അതെ, നരി തന്നെ. വേട്ടയ്ക്ക് കൂട്ടുപോകുന്നവൻ. വേട്ട കണ്ടും ചെയ്തും മനസ്സുറപ്പ് വന്നതാണെനിക്ക്. വേട്ടക്കാരൻ ഒരിക്കലും തോക്കൂ, അതവന്റെ മരണമാണ്. ആ ഭദ്രനെ കൂട്ടുപിടിച്ച് രമേശ് നടത്തിയ ശിവദാസിനെതിരെയുള്ള കൊലപാതക ശ്രമം ഒരിടത്തേട്ടമായി പോയി. അതിനെന്താ നരി? ശിവദാസൻ ചാവേണ്ടവനല്ലേ? ശിവദാസൻ ചാവേണ്ടവൻ തന്നെ. പക്ഷേ ഞാൻ രമേശോട് പറഞ്ഞ ശിവദാസന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ആദ്യം മണിമാല എവിടാന്ന് കണ്ടുപിടിക്കാൻ. പക്ഷെ രമേശ് ഇതനുസരിച്ചില്ല. ഇതിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, രമേശയുടെ ലക്ഷ്യം മണിമാല അല്ലെന്ന്. നരി, മണിമാല തന്നെയാണ് എന്റെ ലക്ഷ്യം. രമേശി, ചേച്ചി വന്ന് ഈ വണ്ടിക്ക് 2 ചക്രത്തിനാ പവർ. പക്ഷെ നരി വന്ന വണ്ടിക്ക് കാല് കൊടുക്കുമ്പോ 4 ചക്രത്തിലും പവർ കയറും. കൊടുങ്കാട്ടിലും കണ്ണത്താ കുന്നിലും ഒക്കെ കേറിയൊരു പോക്ക. പിന്നെ നരിയെ പിടിച്ചാ കിട്ടില്ല. മോളെ, കരയില്ലേ? അച്ഛനൊന്നുമില്ല, അച്ഛനൊരു കുഴപ്പമില്ല. എന്താ മോളെ ഇത്? അച്ഛൻ ഇത് എന്ത് പറ്റിയതാ? അച്ഛന് എനിക്കൊന്നുമില്ല. മോള് വെറുതെ സങ്കടപ്പെടല്ലേ.